ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റം RRB ഗ്രൂപ്പ് ഡിക്ക് നമ്പർ സിസ്റ്റമും അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷനും RRB ഗ്രൂപ്പ് ഡിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെന്ന് നമുക്കറിയാം. നമ്പർ സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് റിമൈൻഡർ തിയറമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. റിമൈൻഡർ തിയറത്തിൽ നിന്നും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് കടക്കാം റിമൈൻഡർ തിയറത്തിലേക്ക്. എന്താണ് റിമൈൻഡർ തിയറം? റിമൈൻഡർ തിയറത്തിന് ഡെഫിനിഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഡെഫിനിഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. സോ നമുക്ക് ഡെഫിനിഷനിലോട്ട് കൂടുതലായിട്ട് കിടക്കണ്ട. എന്താണ് അതിൻ്റെ റിമൈൻഡർ തിയറത്തിന്റെ എസൻസ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ അതിന് മുന്നേ ജസ്റ്റ് റിമൈൻഡർ തിയറത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയാം. അത് നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല, ഡെഫിനിഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ജസ്റ്റ് എന്താണ് ഡെഫിനിഷൻ എന്നുള്ള കാര്യം മാത്രം ഒന്ന് പറയാം. റിമൈൻഡർ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when f of x is divided by x minus a then the remainder will be f of a എന്നുള്ളതാണ്. f of x x minus a കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ f of a എന്നുള്ളതാണ് റിമൈൻഡർ തിയറം. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം എന്താണ് റിമൈൻഡർ തിയറം എന്ന്. നമുക്കൊരു ബേസിക് കൺസെപ്റ്റ് വെച്ച് നോക്കിയതിന് ശേഷം അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നോക്കേ, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാണ്, 45നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 45നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കേ. 45നെ ഈ സൈഡിൽ ഡിവൈഡ് ചെയ്യാം. 45 ഡിവൈഡഡ് ബൈ 4. 11 × 4 44. റിമൈൻഡർ 1 വരുന്നുണ്ടല്ലോ. റിമൈൻഡർ ഈസ് 1. സോ 45നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണല്ലോ. എന്തുകൊണ്ടാണ് 1 റിമൈൻഡർ വരുന്നത്? 44 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ എക്സ്ട്രാ വരുന്ന നമ്പർ അല്ലേ റിമൈൻഡർ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് റിമൈൻഡർ? 1. ഇനി ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു രീതിക്കും എഴുതാം. ഈ 45നെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അതായത് 45നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കേ. 9 × 5/4 എന്ന് എഴുതിക്കൂടെ? 45 എന്ന് പറഞ്ഞാൽ എന്താ? 9 × 5/4 ആണ്. വളരെ സിമ്പിൾ ആണ്. ഈ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണല്ലോ. 9നെ സൈഡിൽ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. 4 2 8 1 റിമൈൻഡർ വരുന്നു. സോ 1 ആണ് റിമൈൻഡർ. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 1 തന്നെയാണല്ലോ റിമൈൻഡർ. 1 × 1 1. ഫൈനൽ ആൻസർ എന്ത് വരും? 1. എക്സാക്ട്ലി എസെൻസ് ഓഫ് റിമൈൻഡർ തിയറം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഒരു നമ്പറിനെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ റിമൈൻഡർ കിട്ടുന്നു. ആ നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ആ നമ്പറിനെ എഴുതിയിട്ട് അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ സെയിം തന്നെ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1, 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. സോ 1 × 1 ആൻസർ 1 ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, 37 × 38 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ആണ്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോർമൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യണം? 37നെയും 38നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എഴുതിയതിന് ശേഷം അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ എഴുതണം. അതാണല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 37നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണല്ലോ. എന്തുകൊണ്ടാ? 36 6ന്റെ മൾട്ടിപ്പിൾ ആണേ. അപ്പൊ ബാക്കി വരുന്ന 1 ആണ് റിമൈൻഡർ. 38നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആയിരിക്കുമല്ലോ. കാര്യം 36 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ അതാണ് ആൻസർ. സോ ദാറ്റ് ഈസ് എ റിമൈൻഡർ. ക്ലിയർ ആണോ? സോ റിമൈൻഡർ തിയറത്തിന്റെ എസെൻസ് ആണ്. നമ്മൾ റിമൈൻഡർ തിയറം എക്സാക്ട്ലി ഡിഫൈൻ ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലാരിറ്റി വരും. അപ്പോൾ ഇത് റിമൈൻഡർ തിയറത്തിന്റെ ഒരു പാർട്ടാണെന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മൾ നോക്കാം. ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാം. വാട്ട് ഈസ് എ റിമൈൻഡർ വെൻ 54 × 73 is divided by 8? അപ്പൊ സംഭവം സിമ്പിൾ ആണ്. നമ്മൾ 54ഉം 73ഉം മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. 54 × 73 ഡിവൈഡഡ് ബൈ 8 അല്ലേ. അപ്പം നമുക്കറിയാം 48 മൾട്ടിപ്പിൾ ആണ്. 6 8 48. അപ്പൊ ബാക്കി 6 വരും. അല്ലെങ്കിൽ സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. റിമൈൻഡർ 6 കിട്ടുമല്ലോ. ഓക്കെ, 72 മൾട്ടിപ്പിൾ അല്ലേ 8ന്റെ. അപ്പൊ റിമൈൻഡർ 1 വരും. അപ്പൊ 6 × 1 6 തന്നെയാണ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, എന്ത് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി? 6 × 1 6 തന്നെയാണ്. അപ്പൊ ഈ റിമൈൻഡർ തിയറത്തിൽ നമ്മൾ ചെറിയ 1-2 മോഡിഫിക്കേഷൻസ് വരുത്തും. പക്ഷെ ആദ്യമേ നമുക്ക് 1-2 ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം ഈ മോഡിഫിക്കേഷൻസ് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 49 × 65നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം 49 × 65 ഡിവൈഡഡ് ബൈ 9. 49-നടുത്തുള്ള 9ന്റെ മൾട്ടിപ്പിൾ 45 ആണല്ലോ. റിമൈൻഡർ 4 വരും. 9 × 5 45 ഇൻറ്റു
65-അടുത്തുള്ള 9ന്റെ മൾട്ടിപ്പിൾ 63 ആണ്, റിമൈൻഡർ 2 വരും. സോ 4 2 8 8 തന്നെയാണ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് റിമൈൻഡർ തിയറം നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ ബേസിക് എസൻസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതേ കാര്യം നമുക്ക് വേറൊരു രീതിക്ക് ഒന്ന് ചെയ്തു നോക്കിയാലോ? ഞാൻ ജസ്റ്റ് അത് പറയുന്നതിന് മുന്നേ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ നോക്കേ. നമ്മൾ 39നെ 41നെയും ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങളുടെ റിമൈൻഡർ ചോദിക്കാം. 39നെയും 41നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ റിമൈൻഡർ ചോദിക്കുക. അപ്പൊ നമുക്കറിയാം ഇവിടെ 3 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും. കാര്യം 36 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3 5 3 15 റിമൈൻഡർ ആൻസർ ആവുമോ? ഇല്ല. എന്തുകൊണ്ടാ? കാര്യം എപ്പോഴും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഡിവൈസറിനേക്കാൾ ചെറുതായിരിക്കും. ഇവിടെ 6 നമ്മുടെ ഡിവൈസർ അല്ലേ, 6നേക്കാൾ വലിയ റിമൈൻഡർ വരുന്നത് പോസിബിൾ അല്ലല്ലോ. കാര്യം നമുക്കിപ്പം ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് 15 റിമൈൻഡർ എന്ന് കിട്ടി. വീണ്ടും നമ്മുടെ ഡിവൈസർ 6 ആണ്. നമ്മൾ 6 2 12 എന്ന് എഴുതി ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും റിമൈൻഡറിനെ 3 എന്ന് എഴുതും. അതല്ലേ കറക്റ്റ് മെത്തേഡ്. സോ നമുക്ക് 15 എന്ന് കിട്ടിയാൽ 15 ഒരിക്കലും റിമൈൻഡർ അല്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ 15നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 റിമൈൻഡർ എഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. സോ ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ. 3 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ്. ഇനി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ചെറിയൊരു കൺസെപ്റ്റ് ഇവിടെ പഠിക്കുകയാണ്. ഇതൂടെ കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ടോപ്പിക്ക് കവറായി, കൺസെപ്റ്റ് കവറായി. 8 ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പൊ ജസ്റ്റ് നോക്കേ, അടുത്ത നമ്മൾ ചെറിയൊരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നത് നെഗറ്റീവ് റിമൈൻഡർ ആണ്. എന്താണ് നെഗറ്റീവ് റിമൈൻഡർ? നെഗറ്റീവ് റിമൈൻഡർ ഇതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ 39 × 41 ഡിവൈഡഡ് ബൈ 6. 39 × 41 ഡിവൈഡഡ് ബൈ 6 എനിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ റിമൈൻഡർ 3 എന്ന് എഴുതി, റിമൈൻഡർ 5 എന്ന് എഴുതി, 15 എന്ന് എഴുതി. പക്ഷേ നമുക്കിതിനെ ഇങ്ങനെ വേണേലും എഴുതിക്കൂടെ? 36 മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് റിമൈൻഡർ 3 എന്ന് എഴുതിയത്. 36 മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് റിമൈൻഡർ 3 എന്ന് എഴുതിയത്. 36ന് അടുത്ത മൾട്ടിപ്പിൾ നോക്കേ, 42 അല്ലേ? എനിക്ക് ഇങ്ങനെ വേണേലും എഴുതിക്കൂടെ -3? കാര്യം എന്താ? -3 റിമൈൻഡർ, അടുത്ത മൾട്ടിപ്പിൾ 42. ഇതിന് മുന്നേ ഉള്ള മൾട്ടിപ്പിൾ 36 ആണ്. അതുകൊണ്ട് നമ്മൾ റിമൈൻഡർ 3 എന്ന് എഴുതി. എക്സാക്ട് റിമൈൻഡറും അത് തന്നെയാണ്. -3 നമുക്ക് റിമൈൻഡർ എന്ന് എഴുതാം. എപ്പോഴാ? 42 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. 41 മൾട്ടിപ്പിൾ അല്ലേ, 42 മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ 41ന് അടുത്ത് വരുന്ന -1 നമുക്ക് എഴുതിക്കൂടെ? റിമൈൻഡർ -1 എഴുതാമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ 5 എന്ന് എഴുതണം. 36 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ 5 എന്ന് എഴുതണം. പക്ഷെ തൊട്ട് അടുത്ത മൾട്ടിപ്പിൾ കൺസിഡർ ചെയ്താൽ -1 റിമൈൻഡർ എന്ന് എഴുതാമല്ലോ. അപ്പൊ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടുകൂടെ, -1 × -3 തന്നെ ആൻസർ വരുന്നുണ്ട്. സോ നോക്കേ, എപ്പോഴാണോ അടുത്ത മൾട്ടിപ്പിൾ ഏതാണോ വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ റിമൈൻഡർ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് പോസിറ്റീവ് റിമൈൻഡർ വേണേലും കൺസിഡർ ചെയ്യാം, നെഗറ്റീവ് റിമൈൻഡർ വേണേലും കൺസിഡർ ചെയ്യാം. പക്ഷേ ഫൈനൽ ആൻസർ വരുന്ന സമയത്ത് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്തേക്കാം. ഏതാണ് ആൻസർ കിട്ടിയതെന്ന് ക്രോസ് വെരിഫൈ ചെയ്തേക്കാം. നെഗറ്റീവ് അഥവാ ആൻസർ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇപ്പൊ നോക്കേ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആണ്. നെഗറ്റീവ് റിമൈൻഡറിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ, ഇനി നോക്കേ, ഇതേ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. 37 44 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, റിമൈൻഡർ ചോദിക്കുന്നു. നോർമലി നമ്മൾ ഇവിടെ 1 എഴുതും, ഇവിടെ 8 എഴുതും. ആൻസർ 8 ആണ്. ഇതാണ് നോർമൽ മെത്തേഡ്. പക്ഷെ നമുക്ക് നെഗറ്റീവ് റിമൈൻഡർ ചില സ്ഥലത്തൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതെപ്പോഴാണ് നോക്കേ, 37 × 44 ഡിവൈഡഡ് ബൈ 9. ഇതിനെ എനിക്ക് 1 എഴുതുന്നതാണ് ബെറ്റർ. കാര്യം 36 മൾട്ടിപ്പിൾ ആണ്. അപ്പം പോസിറ്റീവ് 1 എഴുതുന്നത് തന്നെയാണ് ബെറ്റർ. പക്ഷെ ഇതിന്റെ അടുത്ത മൾട്ടിപ്പിൾ 45 അല്ലേ? 44ന്റെ അടുത്ത മൾട്ടിപ്പിൾ 45 അല്ലേ? അപ്പൊ അതിനെ -1 എഴുതുന്നതല്ലേ കുറച്ചുകൂടെ ഈസി കാൽക്കുലേഷൻ. ഇവിടെ 8 1 ആയതുകൊണ്ട് വലിയ കാൽക്കുലേഷൻ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ വലിയ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇത് തന്നെയാണ് ബെറ്റർ. അപ്പൊ -1 എന്ന് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് എപ്പോൾ വേണേലും പ്ലസ് കൺസിഡർ ചെയ്യാം, എപ്പോൾ വേണേലും മൈനസ് കൺസിഡർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇല്ല, ഈ നമ്പറിന് നെഗറ്റീവ് റിമൈൻഡർ എടുത്താൽ തൊട്ടടുത്ത നമ്പറിന് നെഗറ്റീവ് റിമൈൻഡർ തന്നെ എടുക്കണം, അങ്ങനൊന്നുമില്ല. പോസിറ്റീവ് റിമൈൻഡർ നെഗറ്റീവും കോമ്പിനേഷൻ നിങ്ങൾക്ക് എടുക്കാം, ഒരു പ്രശ്നവും. അപ്പൊ ഇവിടെ നോക്കേ, -1 വന്നേ, ഇവിടെ 1 വന്നേ, 1 - 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 എന്നാണ് ആൻസർ വന്നേ. -1 എന്നാണ് ആൻസർ വന്നത്. എപ്പോഴാണോ നിങ്ങൾക്ക് ആൻസർ നെഗറ്റീവിൽ കിട്ടുന്നത് അപ്പൊ ഇതുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തങ്ങ് എഴുതുക. മനസ്സിലായോ? 9 - 1 8 ആണ് നിങ്ങളുടെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് അഥവാ പോസിറ്റീവ് ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ അത് തന്നെയാണ് ആൻസർ.
നെഗറ്റീവ് ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഡിവൈസറുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് എഴുതുക. കോംപ്ലിമെന്റ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് എഴുതുക. 9 1 കുറച്ച് കഴിഞ്ഞാൽ 8 എന്ന് വരത്തില്ലേ? സോ ആൻസർ വിൽ ബി 8 എന്നാണ്. മനസ്സിലായോ? സോ അതാണ് നെഗറ്റീവ് റിമൈൻഡറിന്റെ കൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് ഈ ഡിവൈസറിനേക്കാളും വലിയ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ, പോസിറ്റീവ് നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ അതുകൊണ്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഒരു എക്സാമ്പിളൂടെ തരാം. അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് 50 48 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യുന്ന 49 മൾട്ടിപ്പിൾ ആണെന്നറിയാം. 49 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇവിടെ 1 കൺസിഡർ ചെയ്യുന്നതല്ലേ ബെറ്റർ? കാര്യം 49 കഴിഞ്ഞ് 50, അപ്പോൾ 1 റിമൈൻഡർ വരും. അടുത്ത ഇവിടത്തെ കൺസിഡർ ചെയ്യണമെങ്കിൽ 42 എടുക്കണം. 42 കുറച്ച് പിറകിലേക്കുള്ള മൾട്ടിപ്പിൾ അല്ലേ, അത് കൺസിഡർ ചെയ്യുന്ന ബുദ്ധിമുട്ടല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യുന്നതാണ് ബെറ്റർ? -1 എടുത്തോ. കാര്യം 49 അടുത്ത മൾട്ടിപ്പിൾ ആണ്. സോ ആൻസർ -1 വന്നു. -1 ആൻസർ വന്നാൽ, ആൻസർ അഥവാ നിങ്ങൾക്ക് നെഗറ്റീവിൽ കിട്ടിയാൽ കോംപ്ലിമെന്റ് ചെയ്ത് എഴുതുക. 7 - 1 6. അപ്പൊ ഇതാണ് നെഗറ്റീവ് റിമൈൻഡർ കൺസെപ്റ്റ്. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ വേണേലും ചെയ്യാം. 7 1 6. കാര്യം എന്താ? 42 മൾട്ടിപ്പിൾ ആണ്. ആൻസർ 6 തന്നെ വരും. പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെ ആൻസർ, നെഗറ്റീവ് ആണെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്ത് എഴുതണം. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇനി നമ്മൾ ടോപ്പിക്ക് കവറായി, റിമൈൻഡർ തിയറത്തിന്റെ ടോപ്പിക്ക് കവറായി, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തൊന്ന് സെറ്റ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. റിമൈൻഡർ തിയറത്തിന്റെ കൺസെപ്റ്റ് കഴിഞ്ഞു. വാട്ട് ഈസ് എ റിമൈൻഡർ വെൻ 1753 × 1749 83 171 ഡിവൈഡഡ് ബൈ 17? നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തൊന്ന് അപ്രോച്ച് ചെയ്തതിന് ശേഷം സൊല്യൂഷൻ നോക്കുക എന്താ പറഞ്ഞേക്കുന്നത്. 1753 × 1749 83 171 ഡിവൈഡഡ് ബൈ 17. ഒന്ന് കട്ട് ചെയ്തേ. 17 1 17 17 3 51 103 എന്ന് വരും. 3 51. അപ്പൊ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പം 17 51 ഇതിന്റെ മൾട്ടിപ്പിളാ, 17ന്റെ മൾട്ടിപ്പിളാ. ഇപ്പൊ ഡിവൈസർ 17 ആയിരുന്നു, 17ന്റെ മൾട്ടിപ്പിളാ 17 51. അങ്ങനെയാണെങ്കിൽ ഇവിടെ 17 53 തന്നേക്കുന്നത്. റിമൈൻഡർ +2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇൻടു 17 49 17 51 മൾട്ടിപ്പിളാ. അങ്ങനെയാണെങ്കിൽ -2 എന്ന് എഴുതാമല്ലോ. കാര്യം ഇതിന് പുറത്തുള്ള മൾട്ടിപ്പിളാ, അപ്പൊ മൈനസ് എഴുതണം. നെഗറ്റീവ് റിമൈൻഡർ ഇൻടു 83 എന്ന് പറയുന്നത് 17 × 5 85 ആണ്. 17 × 5 85 ആണ്. അപ്പൊ 85 17ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ വീണ്ടും -2 എന്ന് എഴുതാവേ. ആകെ പുറത്തുള്ള മൾട്ടിപ്പിൾ നമ്മൾ എടുത്തേക്കുന്നത്. 170 മൾട്ടിപ്പിൾ ആണ് 17ന്റെ. കാര്യം 17 × 10 എത്ര? 170 ആണ്. അപ്പൊ 1 എന്ന് എഴുതാവേ. ഇവിടെ എക്സ്ട്രാ 1, 170 അകത്തുള്ള മൾട്ടിപ്പിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 171 അകത്തുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 4 8 പോസിറ്റീവ് ഇട്ടല്ലേ കിട്ടുന്നത്. ഓക്കെ, മൈനസ് മൾട്ടിപ്ലൈ പോസിറ്റീവ് ഇട്ട്. നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് ആൻസർ കിട്ടുന്നത്, അത് തന്നെ ആൻസർ. 8 വിൽ ബി ദ ആൻസർ. നെഗറ്റീവ് ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ എന്ത് വരും? കോംപ്ലിമെന്റ് ചെയ്ത് എഴുതണം. പറഞ്ഞത് ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത നോക്കേ. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 35 = 113 ഡിവൈഡഡ് ബൈ 9. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നോക്കേ, 35 = 113 എന്ന് പറഞ്ഞാൽ എന്താണ്? 35 × 35 × 35 എക്സെട്ര എത്ര പ്രാവശ്യം? 113 പ്രാവശ്യം. അതല്ലേ 35 = 113. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ. ഇവിടെ റിമൈൻഡർ -1 അല്ലേ. കാര്യം 36 മൾട്ടിപ്പിൾ ആണ്. 36 മൾട്ടിപ്പിൾ ആണ്. ഇങ്ങനെ -1 എത്ര പ്രാവശ്യം വരും? 113 പ്രാവശ്യം വരുമല്ലോ. -1 113 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ -1 തന്നെയാണ്. കാര്യം -1 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ +1, -1 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ -1. ഇങ്ങനെ -1നെ നമ്മൾ ഓഡ് നമ്പർ ഓഫ് ടൈംസ് മൾട്ടിപ്ലൈ ആണ്. സോ -1 തന്നെ വരും. ആൻസർ നെഗറ്റീവിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യണ്ടേ. സോ ആൻസർ -1 ഉം 9 ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് എഴുതിക്കുക. ആൻസർ 8 എന്ന് വരും. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് റിമൈൻഡർ തിയറത്തിൽ ചോദിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. അല്ലാതെ നിങ്ങളുടെ അടുത്ത് ഇപ്പം വേറെ ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ തന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കില്ല. കാര്യം അത് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് ഏതെങ്കിലും ഡിവൈസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. കാര്യം എല്ലാം നമുക്ക് ഹ്യൂമൻ കാൽക്കുലേഷൻസ് നമുക്ക് എപ്പോഴും പോസിബിൾ അല്ല. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമോ? ഒരിക്കലും 2�64ന്റെ വാല്യൂ പറയൂ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമോ? ഇല്ല, അത് പോസിബിൾ അല്ല. നമുക്ക് 2നെ 64 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എഴുതി ഉത്തരം പറയുക എന്നുള്ളത് നമുക്ക് അത്രയും കാൽക്കുലേഷൻ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പോസിബിൾ അല്ല. അപ്പം നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നത് ഏതെങ്കിലും പ്രോപ്പർട്ടീസോ തിയറംസോ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് മാത്രമേ നമ്മുടെ അടുത്ത് ചോദിക്കൂ. അപ്പം ഏതെങ്കിലുമൊക്കെ വെച്ച് എല്ലാം നമ്മുടെ അടുത്ത് ചോദിക്കും എന്ന് വിചാരിച്ച് പോകേണ്ട കാര്യമില്ല. ഇത് പ്രോപ്പർട്ടിയാണ്. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. റിമൈൻഡർ തിയറം വെച്ചിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതല്ലെങ്കിൽ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കേ.
37/113 37/113 എന്ന് പറയുമ്പോൾ 37 113 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ. 9 4 36 റിമൈൻഡർ ഒന്നാണ്. അങ്ങനെ ഒന്നിനെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 113 പ്രാവശ്യം. ഒന്നിനെ എത്ര പ്രാവശ്യം വേണേലും മൾട്ടിപ്ലൈ ചെയ്തോ ഒന്ന് തന്നെ കിട്ടത്തില്ലേ? ആൻസർ ഒന്നാണ്. പോസിറ്റീവ് ആൻസർ ആണേ അത് തന്നെയല്ലേ ആൻസർ. അപ്പൊ ആൻസർ ഒന്നല്ലേ. നെഗറ്റീവ് ആൻസർ ആണേ കോംപ്ലിമെന്റ് ചെയ്ത് എഴുതണമായിരുന്നു, പക്ഷെ പോസിറ്റീവ് ആൻസറാ വന്നത്, അപ്പൊ അത് തന്നെയാണ് ആൻസർ. പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് ആൻസർ പറഞ്ഞേ. 2⁻33 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണെന്നാണ് ചോദിക്കുന്നത്. 2⁻33 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ. ശരിക്കും പറഞ്ഞാലേ 2നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ? 2നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 × 0 റിമൈൻഡർ 2 വരത്തില്ലേ? പക്ഷേ ഇവിടെ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. കാര്യം വീണ്ടും 2 തന്നെ വരിക, നമുക്കത് പോസിബിൾ അല്ല. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കേ. ഇങ്ങനെ 33 പ്രാവശ്യമല്ലേ 9, ഇങ്ങനെ 33 പ്രാവശ്യമല്ലേ. 2 × 2 × 2 8 8 അടുത്താണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ നോക്കിയാൽ മതി. ഡിനോമിനേറ്ററിന്, അതായത് ഡിവൈസറിന് അടുത്ത് വരുന്ന നമ്പേഴ്സ് മൾട്ടിപ്ലൈ വരുന്ന രീതിക്ക് സിംപ്ലിഫൈ ചെയ്യുക. 2 × 2 × 2 8. 8 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 റിമൈൻഡർ. 2 × 2 × 2 8. 8 -1 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 റിമൈൻഡർ. പേഴ്സ് നോക്കുക. 33 ടേംസ് അല്ലേ ഇവിടെ ഉള്ളത്. 3 പേഴ്സ് ആയിട്ട് എടുത്തൂടെ? അതിനെ 3 പേഴ്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 11 പേഴ്സ് ഇല്ലേ? 11 ഗ്രൂപ്പ് ഓഫ് ടൂസ് ഇല്ലേ ഇവിടെ? 33 ടൂസ് ആണുള്ളത്. അപ്പൊ 11 3 11 ഗ്രൂപ്പ് ആണുള്ളത്. അപ്പൊ നമ്മള് ഈ -1 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? -1 നമ്മൾ 11 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. കാര്യം 11 × 3 ആണ് 33. ഇവിടെ 3 കൺസിഡർ ചെയ്തു, വീണ്ടും 3 കൺസിഡർ ചെയ്തു, വീണ്ടും 3 കൺസിഡർ ചെയ്തു. അങ്ങനെ 11 ഗ്രൂപ്പ് ഉണ്ട്. സോ 11 ഗ്രൂപ്പ് ഉള്ളപ്പോൾ -1നെ 11 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. -1 -1നെ 11 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടുന്നതെന്ന് അറിയാമല്ലോ. കാര്യം ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ്. നിങ്ങളുടെ ആൻസർ -1 ആണെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യണ്ടേ. -1നെ 9 കൊണ്ട് കോംപ്ലിമെന്റ് ചെയ്ത് 8 എഴുതണ്ടേ. സോ ദാറ്റ് ഈസ് ആൻസർ. പറഞ്ഞ ക്ലിയർ ആണേ? ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ. അടുത്ത നോക്കേ. 2⁻34 9. ഇത് നിങ്ങൾ തന്നെ ചെയ്തേ, വീഡിയോ പോസ് ചെയ്ത് ആൻസർ പറഞ്ഞേ. അഥവാ കിട്ടുന്നില്ലെങ്കിൽ മാത്രം സൊല്യൂഷൻ നോക്കിയേ, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. 2⁻2 × 2 എത്ര പ്രാവശ്യമോ? 34 പ്രാവശ്യം അല്ലേ? പണി കിട്ടിയോ? കാര്യം 33 ആണെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, 34 ആണെങ്കിൽ എങ്ങനെ ചെയ്യും? ഓക്കെ. ഡിവൈഡഡ് ബൈ 9. പേറാക്ക്, 3 പേറാക്കിക്കോ. ഇങ്ങനെ പേറാക്കിയാൽ 11 പേഴ്സ് വരും, 11 ഗ്രൂപ്പ്സ് വരും അല്ലെ? 11 ഗ്രൂപ്പ്സ് വരും. അതിന്റെ റിമൈൻഡർ ഇവിടെ -1 ആണ്, ഇവിടെ -1 ആണ്, ഇവിടെ -1 ആണ്. അപ്പൊ ഈ 11 ഗ്രൂപ്പ്സ് വന്നിട്ട് അത് -1 തന്നെ കിട്ടുകയും ചെയ്യും നമുക്ക്. പക്ഷെ ഒരു എക്സ്ട്രാ 2 വരുന്നുണ്ടല്ലോ. കാര്യം 34 ടൂസ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ 33 എന്ന് പറയുമ്പോൾ 11 ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ആയി. 33 എടുക്കുക, 11 ഗ്രൂപ്പ് ആയി. പിന്നെ 2 എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം -1 × 2/9 അല്ലേ നിങ്ങളുടെ ആൻസർ. ഒരു എക്സ്ട്രാ 2 കൂടെ വരുന്നില്ലേ? -1 × 2 ഫൈനൽ ആൻസർ -2 എന്ന് വരും. ഫൈനൽ ആൻസർ നെഗറ്റീവിലാണെ കോംപ്ലിമെന്റ് ചെയ്ത് എഴുതണ്ടേ. ആൻസർ 7. ക്ലിയർ ആണേ? റിമൈൻഡർ തിയറം ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ. അപ്പൊ അടുത്ത് നോക്കേ. 7⁻84 / 342. അപ്പം ഇനി വരുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ അത്ര ലെവൽ അല്ല, പക്ഷെ എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി അവിടെ വരെ ചെയ്ത് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതുവരെ പഠിച്ചതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിമൈൻഡർ തിയറത്തിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ടഫായിട്ടൊന്നും ഫീൽ ചെയ്യേണ്ട, വലുതായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. പക്ഷെ സ്റ്റിൽ നമുക്ക് RRB ഗ്രൂപ്പ് ഡിയിലെ ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പൊ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ റിമൈൻഡർ തിയറം ബേസ് ചെയ്തിട്ട് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ. 7⁻84 എന്താണ്? 7⁻84 എന്ന് പറഞ്ഞാൽ 7നെ 84 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. 342 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ. ഓക്കെ. ഒരു കാര്യം മാത്രം ഇതിൽ അറിഞ്ഞിരുന്നാൽ മതി. 7�3 എന്ന് പറഞ്ഞാൽ 343 ആണെന്ന് മാത്രം അറിയണം, വേറൊന്നും നമുക്ക് അറിയാനില്ല. 7 × 7 × 7 എന്താണ്? 343. 7ന്റെ ക്യൂബ് ആണ് 343. അപ്പൊ അത് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനാണെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയേ, റിമൈൻഡർ 1 വന്നേ. 343 ആണ് ഇത്. 343നെ 342 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1 ആണ്. ഗ്രൂപ്പ് ഉണ്ട് 1 ആണ്.
ഈ 1 എത്ര പ്രാവശ്യം വേണേലും വന്നോട്ടെ, പ്രശ്നമില്ല. കാര്യം നമുക്കറിയാം 84 ഡിവൈഡഡ് ബൈ 3 28 ആണ്. 28 ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ നമുക്ക് 1 എത്ര പ്രാവശ്യം വേണേലും മൾട്ടിപ്ലൈ ചെയ്താൽ കുഴപ്പമില്ലല്ലോ. കാര്യം എത്ര ഗ്രൂപ്പ് വേണേ ഉണ്ടായിക്കോട്ടെ, 1 തന്നെ ആൻസർ വരും. 84 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. എക്സ്ട്രാ 7 വരുമെന്ന് പേടിക്കണ്ട. കാര്യം 3 ഗ്രൂപ്പ് പോസിബിൾ ആണ്, 84 3ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട്. സോ 1 ആൻസർ വന്നല്ലോ. സോ 1 ഈസ് ആൻസർ. കഴിഞ്ഞില്ലേ? വേറൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ 1 നമ്മൾ 28 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. സോ 28 പ്രാവശ്യം 1 മൾട്ടിപ്ലൈ, എത്ര പ്രാവശ്യം വേണേലും 1 മൾട്ടിപ്ലൈ ചെയ്തോ ആൻസർ 1 തന്നെ വരും. സോ 1 ഈസ് ആൻസർ. അപ്പൊ ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അടുത്ത് നോക്കേ, ഇത് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ, വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വലുതായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇതിന്റെ പകുതി ഭാഗവും നമുക്ക് 3-4 ടേംസ് കഴിഞ്ഞ് ബാക്കി ഫുള്ള് വേസ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ, നമുക്കൊരു ആവശ്യവും വരില്ല ഇതിനകത്ത്. ഓക്കെ, ആദ്യമേ 4 ഫാക്ടോറിയൽ എന്താണ്? 4 × 3 × 2 × 1 ആണേ. 6 ഫാക്ടോറിയൽ എന്താണ്? 6 × 5 × 4 × 3 × 2 × 1 ആണ്. അപ്പൊ ഇതറിയാമല്ലോ എല്ലാവർക്കും, ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞതാണ്. അപ്പം 4ൽ നിന്ന് കുറച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് 4 ഫാക്ടോറിയൽ. 6ൽ നിന്ന് കുറച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് 6 ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ 1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 ആണ്. 2 ഫാക്ടോറിയൽ 2 × 1 2 ആണ്. 2 ഫാക്ടോറിയൽ 2 × 1 2 ആണ്. 3 ഫാക്ടോറിയൽ 3 × 2 × 1 6 ആണ്. 4 ഫാക്ടോറിയൽ 4 × 3 × 2 × 1 24 ആണ്. 5 ഫാക്ടോറിയൽ ഈ നമുക്ക് 8 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. ഈ 4 ഫാക്ടോറിയൽ ഞാൻ ഇവിടെ തന്നെ അങ്ങനെ വെക്കുകയാണ്, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നില്ല. കാര്യം കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. 4 × 3 × 2 × 1. 5 ഫാക്ടോറിയൽ 5 × 4 × 3 × 2 × 1 ആണേ. അപ്പൊ ഇങ്ങനെ പോകത്തില്ലേ, ഇത് ഇങ്ങനെ പോവുക, എവിടം വരാം? 10,000 ഫാക്ടോറിയൽ വരെ പോവുക. ഇതിനെ നമുക്ക് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ ആണ്. നോക്കേ, 1നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആൻസർ വരുവേ. കാര്യം 1 8 കൊണ്ട് ഡിവൈഡ് ആയി പോകത്തില്ല, 0 കോയിഫിഷ്യന്റ് വരും, ബാക്കി റിമൈൻഡർ 1 തന്നെ വരും. 2നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 തന്നെയാണ്, കാര്യം 8നേക്കാൾ ചെറിയ നമ്പർ ആണ്, അപ്പൊ ഡിവൈഡ് ആവില്ല. 6നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 6 തന്നെയാണ്, 6ഉം 8 കൊണ്ട് ഡിവൈഡ് ആവില്ല, 0 ആണ് കോയിഫിഷ്യന്റ്, 6 തന്നെ റിമൈൻഡർ വരും. ഇനി ഇത് 24 അല്ലേ, 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 അല്ലേ. കാര്യം 24 എന്താണ്? 8ന്റെ മൾട്ടിപ്പിൾ അല്ലേ. 8ന്റെ മൾട്ടിപ്പിളിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തെങ്കിലും വരുമോ? ഇല്ല. അപ്പോ 0 റിമൈൻഡർ വന്നു. എന്തുകൊണ്ടാ ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആയത്? ഇതിനകത്ത് 8 ഉണ്ട്, 4 × 2 8 ഉള്ളത് കൊണ്ടല്ലേ ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആയത്. ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ നമ്പറുകളിലും 4 × 2 ഉണ്ടാവുമല്ലോ. കാര്യം ഇവിടെ 5 × 4 × 3 × 2 × 1, 6 × 5 × അങ്ങനെ പോകും. അടുത്തത് 7 × 6 × 5 × 4 × അപ്പോൾ ഇനി വരുന്ന നമ്പറുകളിലെല്ലാം എന്തുണ്ട്? 4 × 2 8 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന നമ്പറുകളിലെല്ലാം റിമൈൻഡർ 0 ആയിരിക്കുമല്ലോ. റിമൈൻഡറുകൾ 0 ആയിരിക്കുമല്ലോ, നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പം ഈ 4 ഫാക്ടോറിയൽ എന്ന് പറയുന്ന നമ്പറിൽ 8 ഉള്ളത് കൊണ്ട് 8നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരും. അപ്പൊ ഇനി വരുന്ന നമ്പറുകളിലെല്ലാം 8 ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ റിമൈൻഡർ എന്താണ്? 0 ആണ്. പറഞ്ഞ ക്ലിയർ ആണ്? ഓക്കെ, 6ഉം 2ഉം 8ഉം 9 ആണ് ആൻസർ. പക്ഷേ 8 കൊണ്ടല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്യണ്ടേ. ഒരിക്കലും റിമൈൻഡർ ഡിവൈസറിനേക്കാളും വലുത് വരില്ലല്ലോ. ഇപ്പൊ ഞാൻ ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഒരിക്കലും റിമൈൻഡർ 6 കിട്ടത്തില്ല. കാര്യം 5-നകത്തെ നമ്പറേ കിട്ടൂ. അപ്പൊ 8 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആൻസർ കിട്ടിയെങ്കിൽ 9നെ 8 കൊണ്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്തേക്കുക, റിമൈൻഡർ 1 ആണ്. ഓക്കെ, 9/8 റിമൈൻഡർ 1. അപ്പൊ പറഞ്ഞത് ക്ലിയർ ആണേ. വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഓക്കെ, കാണുമ്പോൾ ടഫായിട്ട് തോന്നുമെങ്കിലും വലുതായിട്ടൊന്നുമില്ല. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കേ, ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ കമന്റ് ഇടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഒരു ചെറിയ സപ്പോർട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ലൈക്കോ കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്യുക. കാര്യം നമ്മൾ എല്ലാവരും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു താല്പര്യമാണ് പിന്നെ വീഡിയോസ് ഇടാൻ വേണ്ടി. എല്ലാ ഫാക്കൽറ്റീസിനും അങ്ങനെയാണ്. അപ്പം എല്ലാവരുടെയും വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള യൂട്യൂബ് ചാനലുകളെ പോലെ അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ അറബി ഗ്രൂപ്പ് ഡിയിൽ. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നോക്കുക, 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ, ഇതിന് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. 2 ഫാക്ടോറിയൽ 2 ആണ്. 3 ഫാക്ടോറിയൽ 3 × 2 6 ആണ്. 4 ഫാക്ടോറിയൽ 4 × 2 8 ആണ്. 4 × 24 ആണ്. കറക്റ്റ് അല്ലേ? 4 × 2 × 4 × 3 × 2 × 1. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 4 × 3 × 2 × 1. ഓക്കെ,
നമുക്ക് ഇതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 12 കൊണ്ടല്ലേ. ഇനി അങ്ങോട്ടുള്ള നോക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ 1നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ, 2നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 6നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0. കാര്യം 24 12ന്റെ മൾട്ടിപ്പിളാ. എന്തുകൊണ്ടാണ് ഇത് 12ന്റെ മൾട്ടിപ്പിൾ ആയത്? 4ഉം 3 ഇതിനകത്ത് പ്രസന്റ് അല്ലേ? 4 × 3 4 ഫാക്ടോറിയലിനകത്ത്. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ 4 × 3 പ്രസന്റ് ആണ്. അപ്പൊ ഇനി വരുന്ന എല്ലാ നമ്പറിലും 4, 3 ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ അങ്ങോട്ടൊന്നും നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. 0, 0, 0. 6, 2, 8, 9 അല്ലേ ആൻസർ. 9 12നേക്കാൾ ചെറിയ നമ്പർ ആണ്. സോ ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, അപ്പൊ റിമൈൻഡർ തിയറം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നമ്പർ സിസ്റ്റത്തിലെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളുമായിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. നമ്പർ സിസ്റ്റം മാത്രമല്ല, സിംപ്ലിഫിക്കേഷനും ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ ഒരു ലൈക്ക്, ഒരു കമന്റ് ഒക്കെ ചെയ്യുക, നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.